കഴിഞ്ഞ ദിവസം ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയുണ്ടായി. കണ്ണൂർ ജില്ലയിലെ വിളക്കോട് GUP സ്കൂളിലായിരുന്നു സംഗമം ഉണ്ടായിരുന്നത്. ഉപ്പിലിട്ട ഓർമ്മകൾ എന്നായിരുന്നു അതിൻ്റെ പേര്. നമ്മുടെ ജീവിതത്തിലെ അതിമനോഹരമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ വീണ്ടെടുക്കാൻ വർഷങ്ങൾക്ക് ശേഷവും അതേ ആവശ്യത്തോടെ നമ്മളവിടെ ഒത്തുചേർന്നു. തൊണ്ണൂറ്റാറ്, 97, 98, 99 വർഷങ്ങളിൽ ഏതൊക്കെയോ ഡിവിഷനുകളിൽ പഠിച്ച് അങ്ങനെയുള്ളവരാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ 100ാം വാർഷികത്തിന് കുറേ പേരെയൊക്കെ കണ്ടു, എങ്കിലും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ട് ഇന്ന്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഓരോ തവണ ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോഴും നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് 26 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിച്ചേരലാണ്. അതായത് 1/4 നൂറ്റാണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ് അല്ലേ. അന്നത്തെ ആ പഴയ കുട്ടികള് ജീവിതത്തിന്റെ ബഹുദൂരം പിന്നിട്ട് ഇവിടെ ഈ ഒരു വിദ്യാലയ മുറ്റത്ത് വീണ്ടും ഒന്നു ചേർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക്, എനിക്ക് തോന്നുന്നത്, യൂസഫ് മാഷിന്റെ ഗംഗാധരൻ മാഷിന്റെ ഒക്കെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആ ഒരു ഫീലോട് കൂടിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഗൗരവത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിന്റെ നിറവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇപ്പോഴും കുട്ടിക്കാലത്തിലേക്ക് ഇടയ്ക്കിടെ ഒന്ന് തിരിഞ്ഞു നോക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതൊക്കെ കുട്ടിക്കാലത്തെ കുറിച്ചാണ്. അപ്പോ ഞാൻ വാങ്ങുന്ന ഫോട്ടോ നോക്കി എല്ലാരും ചിരിച്ചാ നമ്മളെ കുറച്ചിങ്ങനെ അങ്ങനെ അപ്പുറത്ത് പോകുമ്പോണ്ടാ ഞാൻ എന്തായാലും വരും, പരിപാടി ഉണ്ടെങ്കിൽ ഞാനത് മാറ്റി വെച്ചിട്ട് വരും എന്ന് പറഞ്ഞാണ്. അപ്പൊ ഓമനേച്ചിനോട് എന്നെ ഓർമ്മിച്ചല്ലോ എന്ന് ഞാൻ അപ്പാടന്നെ ഞാൻ ഓനോട് പറഞ്ഞ്, ഞാൻ വിചാരിച്ച എനിക്ക് ആരുമില്ല, എന്നെ കൈവിട്ടെന്നാ വിചാരിച്ചേ. നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്ന് പോയതേ ഞാൻ വിചാരിച്ചേ നീ എന്നെ ആരും കാണുമൊന്നുമില്ല, എങ്ങനെയെങ്കിലും കുറേ സുഖമില്ലാണ്ടെല്ലാം ആയിപ്പോയിനി. നിങ്ങളെല്ലാം പ്രാർത്ഥന കൊണ്ട് ഞാൻ ഈ തരത്തിലെത്തി. ഇതൊന്നും ഞാൻ ഒരിക്കലും ചോദിച്ചതല്ല, എന്നാലും നിങ്ങളെ മനസ്സ് നല്ലതായതുകൊണ്ട് എനിക്കത് കിട്ടി. ഞാൻ എന്നാ മക്കളെ പറയണ്ടേ, നിങ്ങളെ ചെറുപ്പകാലം ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നേ. ഓരോ മാഷന്മാരും നിങ്ങളെ വയ്യ പായുന്നയും ബക്കറ്റും കഞ്ഞിയും എടുത്ത് പായുന്നയും ആ ബൈറ്റത്തെ പിന്നെ കഞ്ഞിക്ക് നിൽക്കുന്ന ഇതും ഇന്നത്തെ മക്കൾക്ക് വിശപ്പ് എന്നാന്നറിയില്ല. അന്ന് ആ ഒരു കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടവരുന്നത്. ഓമനേച്ചി അടുപ്പ് കത്തുന്നില്ലേ, ഏതെല്ലാം ഭാഗത്ത് പോയി കൊള്ളി പൊറുക്കിക്കൊണ്ട് തന്നിട്ടു, പൊറുക്കിയിട്ടു ഓല പൊട്ടിച്ചിട്ടോ നിങ്ങൾ കൊണ്ടു തന്ന് അത് പറപ്പിക്കും ഞാൻ. അത് ഞാൻ നിങ്ങൾക്ക് കോരി തന്ന് ആ ഒരു സ്നേഹം എനിക്ക് ഇന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്ന്. എൻ്റെ മക്കള് ഞാൻ മറന്നാലും എന്നെ നിങ്ങൾ മറക്കരുത്. ഇനിയിപ്പോൾ എത്ര വരെയാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല. ആ ഒരു സഹായം മാത്രമേ എനിക്കിന്ന് ഉള്ളൂ, നിങ്ങളെ പ്രാർത്ഥന മാത്രം. ഒമനജിക്ക് ഒന്നും ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ നിർത്തുന്നു. നമ്മുടെ ഈ ഒരു സംഗമത്തിന് വിത്ത് പാകിയ പ്രിയപ്പെട്ട സഫീർ, അത് ഏറ്റെടുത്ത് വിജയിപ്പിച്ച പ്രിയപ്പെട്ട അനൂപ്, ഷൈനി, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ ഈ സംഗമത്തിന്റെ പേര് തന്നെ ഉപ്പിലിട്ട ഓർമ്മകളിലാണ്. ഒരു സാധനം ഉപ്പിലിട്ടാൽ എന്താ അതിന്റെ നേട്ടം എന്താ? ഒരു മാങ്ങ ഉപ്പിലിട്ട് എന്താ പറ്റുക? ടേസ്റ്റ് കൂടും. പിന്നെന്താ
കാലാകാലം നിൽക്കും. എത്ര അർത്ഥവത്താണ് നമ്മുടെ ഈ സംഗമത്തിന്റെ പേര് പോലും. ഭയങ്കര സംഭവം. ഇതാരാ പേരിട്ടത്? അനൂപ്. വാ, അടിപൊളിയാണ്. എനിക്ക് പേര് ഭയങ്കര ഇഷ്ടമായ. അതായത് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരിക്കലൊരു ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ്. എന്താ ചോദിച്ചറിയോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മകൾ ഏതാണ്? ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഓർമ്മകൾ ഏതാണ് എന്ന് 70 വയസ്സുള്ള സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിക്കുകയാണ്. അയാൾ കട്ടിയുള്ള ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ വലിയ മനുഷ്യനാണ്. കനപ്പെട്ട ഒരുപാട് അവാർഡുകൾ വാങ്ങിയ ആളാണ്. സ്വാതന്ത്ര്യ സമരത്തിലെ ഉന്നതരായ നായകന്മാരോടൊപ്പം സഹവസിച്ച മനുഷ്യനാണ്. ഈ ചോദിച്ചയാൾ വിചാരിച്ചെന്നറിയാം, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഓർമ്മകൾ പറയുമെന്നാണ്. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീർ എന്താ തിരിച്ചു പറഞ്ഞത് അറിയോ? ഈ 70 വയസ്സുള്ള ജീവിതത്തിനിടയിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഓർമ്മകൾ ഏതാണ് എന്ന ചോദ്യത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ പറയാ. വൈക്കം മുഹമ്മദ് ബഷീറിന് 2 കുട്ടികളുണ്ട്. അതിൽ രണ്ടാമത്തെ കുട്ടി ചെറിയ കുഞ്ഞു വാവയായിരിക്കുന്ന സമയത്ത് അവനൊരു പ്രശ്നമുണ്ട്. കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്വാസം നിന്നു പോകും. നിലവിളിച്ച് കരഞ്ഞ അപ്പോൾ ശ്വാസം സ്റ്റക്കായി പോകും. പിന്നെ എടുത്ത് ഓടണം. ഒരു ദിവസം ഈ കുഞ്ഞ് പാതിരാ സമയത്ത് കരഞ്ഞു, ശ്വാസം നിന്ന സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീർ പ്രിയപ്പെട്ട ഈ കൊച്ചു മകനെയും എടുത്തിട്ട് ഓടുകയാണ്. കറണ്ടൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. ഓടി 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 റോഡിലെത്തി ചുറ്റും നോക്കി ഏതെങ്കിലും ഒരു വണ്ടി വരുന്നുണ്ടോ? ഒരു വണ്ടിയും ഇല്ല. വീണ്ടും ഓടുന്ന സമയത്ത് റോഡിലുള്ള ഒരു കുഴിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങ് വീഴുന്ന സമയത്ത് കയ്യിലുള്ള കുട്ടി തെറിച്ചുപോയ കുഞ്ഞിനെ വീണ്ടും കൈകൾ ചേർത്ത് പിടിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ തിരികെ മാറോട് ചേർത്തപ്പോ കുഞ്ഞ് വീണ്ടും കരഞ്ഞു. അതാണ് എൻ്റെ ജീവിതത്തിലെ നമ്പർ 1 ഓർമ്മ എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഓർമ്മകൾ മാത്രമാണ്. വേറെ ഒന്നുമല്ല ജീവിതം എന്ന് പറഞ്ഞാൽ. നമ്മുടെ മനസ്സിനകത്ത് ഇപ്പൊ 10-26 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ UP സ്കൂളിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പിടി ഓർമ്മകൾ മാത്രമാണ്. കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം സായാഹ്നമായി താലോലമായി. കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം സായാഹ്നമായി താലോലമായി. ഈ സ്നേഹസന്ധ്യയിൽ ജീവന്റെ കൂട്ടിലൻ താരിളം കിളികളെ ചേക്കേറുമോ മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാട തരാ കരിവാർന്ന രാത്രി വിണ്ണിൽ അഴകിന്റെ പീലിനീത്ത പൂപ്പാലയിൽ കരിവാർന്ന രാത്രി വിണ്ണിൽ അഴകിന്റെ പീലിനീത്ത പൂപ്പാലയിൽ തിങ്കൾ കൊതുമ്പിൽ പാലാഴി പൊന്നിടം കിളികളെ കളിയാടിവാ മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിയാട തരാ നറുപൂവിതളിൽ മധുരം പകരാ ചെറുപൂങ്കാറ്റ മെല്ലെത്താരാട്ട
എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ ഓർമ്മകൾ പറഞ്ഞാൽ വളരെ കുറവാണ് എനിക്ക് പണ്ട് മുതല്. അപ്പൊ എന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഒന്നെന്നെ എനിക്കറിയില്ല, ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. എല്ലാം ഇടക്കിടക്ക് ഓരോന്ന് ഓർമ്മ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ സാധനം പിടിച്ചിരിക്കുമ്പോ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അതെല്ലാം ഓർമ്മയുണ്ട്, പക്ഷെ അതെല്ലാം ഉണ്ട്. നമുക്ക് സ്കൂളിലെ കാര്യമെല്ലാം ഓർമ്മ ഉണ്ട്. കഞ്ഞി വെക്കുമ്പോ മാഷന്മാർക്ക് ടീച്ചർമാർക്ക് ഉണക്കമീൻ കറികളും വെക്കലുണ്ടായിന്. അതിന്റെ അകത്ത് കുറേശ്ശര ചാറ് നമ്മളെ കഞ്ഞിയിൽ ഒഴിച്ചു തരുന്നുണ്ട്. അതൊന്നും വായിന്ന് ഒരിക്കലും മറന്നു പോകില്ല, ആ ടേസ്റ്റും. കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പഠിച്ച കാലഘട്ടം എന്നല്ല, ഇപ്പോ ചെറിയ കുട്ടികൾ, ഇപ്പോ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന പെമ്പിള്ളേർ പീരീഡ്സ് ആകുന്ന സമയത്ത് ഇവിടുന്ന് ഭയങ്കര ഒരു പിരിമുറുക്കത്തിലാണ്. ലേഡീസിനറിയാം, കല്യാണം കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റൂം പോലെ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ 100ാം വാർഷികം നടത്തി, കുറേയേറെ പരിപാടികൾ നടത്തി. അതിന്റെ ഫണ്ട് എന്തോ ഉണ്ടോ ഒന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അവരോടൊക്കെ സംസാരിച്ചിട്ട് നടക്കാത്ത കാര്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ ഉപകാരമാണെന്ന് പറഞ്ഞു. നമ്മളെ പേരൊന്നും നമ്മളെ വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊടുക്കാൻ പറ്റുന്ന ഒരു തുകയല്ല ഇവിടുന്ന് പറയാൻ നല്ലതായിരുന്നു. അതുകൂടി ഈ ഒരു ഘട്ടത്തിൽ ഒന്ന് ഓർപ്പിക്കാം. ഇനി ഇത് അടുത്ത ഓർമ്മകൾ പറയാം. നിഷാദ് എന്തോ പറയാനുണ്ട്? സിനി നമ്മളെപ്പം കാണുന്നില്ല. ബാക്കി കുറച്ചാൾ മൈമൂനെ അറിയാം, ബാക്കി ആരും കാണാനില്ല. എന്നെ കാണൽ ഓർമ്മല്ലേ? സിജി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും അല്ലേ? ഞാൻ ഇപ്പം ട്രാവൽ ഏജൻസി എടുക്കുന്നത്, ഫ്ലൈ ഉണ്ട് ട്രാവൽസ് എടുക്കുന്ന ഇരട്ടി കാക്കയും കടക്കായിട്ട്. ഞാൻ പിന്നെ അധികം മാക്സ് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ഒന്നും വിചാരിക്കറി, ഞാൻ ഒരു അരമണിക്കൂർ കീപ്പള്ളി മാങ്ങോട് എൻ്റെ 113ാമത് രാജവമ്പാല കിട്ടിയെങ്കിൽ ടോട്ടൽ ഇപ്പൊ 4300 ആവറ ഏകദേശം പാമ്പ് 3-4 വർഷം കൊണ്ട് രാജവമ്പാല 113ാമത്തെ കിട്ടിയെങ്കിൽ അപ്പൊ എന്താ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ എത്തും. ഒന്നും വിചാരിക്കരുത്, അല്ല സങ്കടമായിട്ട് പോകുന്നതിന് രാജവമ്പാല ഉണ്ട്, വേറെ വിചാരിക്കരുത്. ഓക്കെ. എന്തായാലും വേഗം പിടിച്ചിട്ട് പോവാ. ഒന്ന് കണ്ടു തോന്നുന്നു അല്ലേ? അണിയിൽ ഞാൻ പുറത്തുനിന്ന് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, മുന്നേ നേരിട്ട് കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല, ഒരു ഓർമ്മയില്ല. ഇപ്പൊ കുറെ വർഷമായിട്ട് കാണുന്നു. നമ്മുടെ ഓർമ്മകള് പണ്ടത്തെ സ്കൂളിന്റെ ഭംഗിയൊന്നും ഇപ്പൊ ഇല്ല, പണ്ടത്തെ പോലെ ഭംഗിയില്ല. പണ്ട് ഇവിടെ ഒരു പാറ, ഒരു മരം, ആ പഴയ ബിൽഡിംഗ് ആണ്, ഓളപ്പുരിയാണ്, അതിന്റെ സൗന്ദര്യം ഒന്നും ഇപ്പൊ ഇല്ല. കോൺക്രീറ്റ് ബിൽഡിംഗ് ഒരു സൗന്ദര്യം ഇല്ല. അങ്ങനെ ഇപ്പൊ ഉള്ളത് ഇതിന്റെ അവസ്ഥ. നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ കളിക്കാനൊക്കെ വേണ്ടി എപ്പം ഗ്രൗണ്ടിൽ ഇവിടെ തന്നെയാണ്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും സ്ഥിരം കാണുമ്പോൾ ഓർമ്മ മനസ്സിലാവും, വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത്രേ പറയാനുള്ളൂ. നെക്സ്റ്റ് നിഷാദ. ഇവിടുത്തെ ഏറ്റവും വലിയ ഓർമ്മ ഏഴിന്റെ ഗുണനപ്പട്ടിക പഠിക്കായിട്ട് നമ്മളെ ഗംഗാധരൻ മാഷ് അടിച്ച അടിയാണ്. അതിപ്പോ ഇതിടക്കൊരു ദിവസം ഇരട്ടിക്കൂടി ഇങ്ങനെ പോകുമ്പോ ഗംഗാധരൻ മാഷ് ഇങ്ങനെ പോകുമ്പോ ഞാൻ ഇങ്ങനെ ഓർത്തിനായി. ആ ഇത് കൊണ്ട് മാഷോട് പിന്നെ പറ്റും മിണ്ടാൻ വരെ തോന്നിയിട്ടില്ല. അതാണ് അവസ്ഥ. ഇപ്പൊ ശരിക്കറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ സഹപാഠികള് ആയിഷാനെ കുറെ കാലത്തിന് ശേഷം ഓട്ടോറിക്ഷ എടുത്തതിന് ശേഷം ആയിഷാന എവിടെ താമസിക്കുന്നതെന്നെല്ലാം കണ്ട്. ഷെമീനാനെ പിന്നെ അന്നത്തെ പോലെ തന്നെ ചിരിയും. പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ എന്റെ വരുന്നതിനും അതിനെപ്പം കാണലുണ്ട്. ചൊക്കെ പഠിച്ചു കിട്ടുന്ന ഇപ്പൊ മനസ്സിലായത്. അതിനെ കാണാത്ത ദിവസം എപ്പം പോകുമ്പോ അണ്ടി കിഴക്കോട്ടും മുഖം പൊടിഞ്ഞാലോട്ടും ഏതാ അടി. അതൊന്നും മരിച്ചാലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. പിന്നെ മാഷൊക്കെ മരണപ്പെട്ടു പോയി. പഠിച്ചോൻ നമ്മളെ വിശ്വാസപ്രകാരം പരലോകം ധന്യമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മറ്റ് ഒരുപാട് സുഹൃത്തുക്കൾ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആയിരിക്കും തിരിയൂല. അഷ്റഫ് അന്നത്തെ കാലത്ത് അഷ്റഫേ. ഇതിലിപ്പോ എനക്ക് പരിചയമുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഷെമീന, ആയിഷാന്റെ മുഖം ഓർമ്മയുണ്ട്. പിന്നെ ഷാലിനെ എനക്ക് ഓർമ്മിക്കുന്നത് മോളെ. അന്ന് ഇപ്പൊ അതേ കോലത്തിലാണ് മോളുള്ളത്. ഷാന അല്ലേ, ആ ഒരു ഇതിൽ തന്നെയാണ്.
പിന്നെ ഓർമ്മകള് നമ്മൾ ഓമനച്ച് കൊടുത്തു. ഇതിലെല്ലാവർക്കും നമുക്ക് പ്രായമായി. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26-27 വർഷം. പക്ഷെ ഓമനച്ചിക്ക് ഇന്നും അതേ പ്രായം. അന്ന് കണ്ട പ്രായോ ഇന്നും അതേപോലെ, ഒരു മാറ്റവും ഓമനച്ചിൽ ഞാൻ കാണുന്നില്ല അല്ലേ? അതേ ഇത്. പിന്നെ പൊള്ളുന്ന ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ കീശയിൽ കടലിട്ട പൊള്ളുന്ന ഓർമ്മകളാണ്. കീശയിൽ കടലിട്ടിട്ട് ക്ലാസ്സിൽ നിന്ന് എടുത്തു നിന്നാണ് പൊള്ളുന്ന ഓർമ്മകൾ. പിന്നെ നമുക്കൊരു വേദനിക്കുന്ന ഒരു ഓർമ്മയുണ്ട്. എന്താണെന്നറിയാം, നമ്മളെ കൂടെ പഠിച്ച ഷെഫീഖ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടായിരുന്നു. പാറക്കണ്ട ഷെഫീഖ് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. സുലൈമാൻ 2. അതാണ് നമ്മളെ ഷംസീർ വന്നിട്ടുണ്ട്. ആയിരിക്കും. ആദ്യം എല്ലാ സഹപാഠികൾക്കും നമസ്കാരം. എല്ലാവരും കുറച്ചാൾക്കാരെ കണ്ടിട്ട് പരിചയമുണ്ട്. സൗമ്യനെ കാണുന്നതാണ്, എൻ്റെ പെങ്ങളെ എൻ്റെ കൂടെ പഠിച്ചാണ്, ടിൻസാണ് സിനി. ഇവിടെ കാണാൻ്റെ അടുത്ത് ഇവിടെ അറിയില്ല. ഷാനേന ഇന്ന് ഞാൻ കാണുന്നത് വന്ന് വിട്ടിട്ട് 7-ാം ക്ലാസ് വിട്ടിട്ട്. പിന്നെ ഓർമ്മയില്ല, മെയിൻ പ്രശ്നം. സന്തോഷ് ബ്രഹ്മി അയക്കുന്നുണ്ട്. പിന്നെയുള്ളത് നിഷാദിനെ കാണുന്നുണ്ട്, സഫീറിനെയും കാണുന്നുണ്ട്, നീവിനടക്കരെ കാണുന്നുണ്ട്. ഇപ്പൊ ഇടക്കുന്ന ഈ 10 ആയിട്ട് നാട്ടിൽ വന്നിട്ട് ശ്രീയേഷ്. പിന്നെ ഷൈനേനെ ഇടക്ക് ചടങ്ങൊക്കെ എഴുതി വെച്ച് കാണാം അമ്പലത്തിലല്ലേ. പിന്നെയുള്ളത് ഇതൊന്നും ഓർമ്മയില്ല. അത്യാവശ്യം വായിക്കാൻ എഴുതാനുള്ള അറിയാം, പക്ഷെ എനക്കറിയില്ല. പക്ഷെ എങ്ങനെയല്ലോ 7-ാം ക്ലാസ് കഴിഞ്ഞ് 8-ാം ക്ലാസ് എത്തി. 8-ലെത്തി ഇതന്നെ അവസ്ഥ. എല്ലാം പിന്നെ ക്ലാസ് എന്ന് പറയുന്ന എല്ലാം ഉത്തരങ്കരം കാര്യങ്ങൾ അറിയാം, പക്ഷെ ഇത് എഴുതാൻ പറ്റുന്നില്ല. വലിയ പ്രശ്നമല്ലേ? അങ്ങനെ സ്വന്തം എഴുതാൻ തുടങ്ങി. 9-ലെത്തുമ്പോൾ ഏകദേശം എഴുതാൻ പഠിച്ചു. അങ്ങനെ 10 കഴിഞ്ഞ് +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് പിന്നെ ഡിഗ്രി കഴിച്ച പകുതിയാണ്. ഡിഗ്രി ഫുള്ളാക്കാൻ പറ്റിയില്ല. പിന്നെ പ്രശ്നങ്ങളും പെങ്ങളെ കല്യാണങ്ങളും പെങ്ങളെ കല്യാണവും എല്ലാവർക്കും എന്നെ അറിയാവോ? എല്ലാവർക്കും അറിയാം. ഞാൻ ഫേമസ് ആണെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദ്യത്തിനല്ലേ, അവർക്ക് പഴയ ഓർമ്മകൾ ഉണ്ടോന്ന് ചോദിക്കണ്ടേ? എന്റെ ഓർമ്മകൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഓർമ്മയുണ്ടോ? മുത്തുവിന്റെ പെങ്ങളല്ലേ നീ? അതും പറയും, അതിന്റെ അപ്പുറം പറയും. അപ്പൊ എന്റെ അമ്മേനോട് എന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ കണ്ടുപിടിച്ചു. സംഭവം ഞാൻ പറഞ്ഞു ശരിയല്ലേ? യൂസഫ് മാഷിന്റെ അടി എത്ര കിട്ടി? ഇവിടെ പാടിപ്പോഴും ഉണ്ട്, ഇതേവരെ മാഞ്ഞിട്ടില്ല. സാലി ചിരിക്കണ്ട, സാലിയും അതിനകത്തൊരു പ്രതിയാണ്. വന്നിട്ടുണ്ട് ഇല്ലടാ ജയേഷേ. ഇവിടെ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയ്ക്കാണ് അതിന്റെ സപ്ലൈ. അപ്പൊ ഇത്രയൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ബാക്കി നിങ്ങളെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ മാറിപ്പോയി. എന്ന് വെച്ചാല് കല്യാണമൊക്കെ കഴിയും എല്ലാവരും. പിന്നെ ഒരു കാര്യം, കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോകും. ചിലപ്പം ഭക്ഷണം കഴിക്കാനോ അതിനോ ഇതിനോ ഒന്നും ഇല്ല. ഏത് സമയം എനിക്ക് ഫോൺ വന്നാൽ ഞാൻ പോകും. എന്താ വെച്ചാൽ ഞാനിപ്പം വേറൊരു വണ്ടിയിലായതുകൊണ്ട് അത് ബോംബെക്ക് ഇപ്പൊ ലോഡ് കയറ്റുന്നുണ്ട്. പെരിയപട്ടണം എന്ന് പറഞ്ഞ ടൗണിൽ നിന്നാണ് കയറ്റുന്നത്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ എല്ലാവരും. പിന്നെ ഒരു കാര്യം, കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോകും. ചിലപ്പം ഭക്ഷണം കഴിക്കാനോ അതിനോ ഇതിനോ ഒന്നും ഇല്ല. ഏത് സമയം എനിക്ക് ഫോൺ വന്നാൽ ഞാൻ പോകും. എന്താ വെച്ചാൽ ഞാനിപ്പം വേറൊരു വണ്ടിയിലായതുകൊണ്ട് അത് ബോംബെക്ക് ഇപ്പൊ ലോഡ് കയറ്റുന്നുണ്ട്. പെരിയപട്ടണം എന്ന് പറഞ്ഞ ടൗണിൽ നിന്നാണ് കയറ്റുന്നത്. അപ്പൊ ഇവിടുന്ന് ഹായ്, വൈഫുണ്ട് എടാ, അസീന എന്റെ വൈഫാണ്. ഓളെ കൂട്ടിയിട്ടാ വന്നത്. നിങ്ങളെ എല്ലാ സർക്കസുകളും കണ്ടുപിടിക്കേണ്ടിട്ടാണ് ഓൾ എൻ്റെ ഒക്കെ വന്നത്. അതാ അന്ന് എണീച്ചുന്ന അല്ല സോണിന്റെ ഡയലോഗ് കേട്ടോ. ഇപ്പൊ എന്റെ വൈഫുണ്ട്, ഞാൻ പറയാൻ പറഞ്ഞത്. ഞാൻ അവളോ എന്റെ വൈഫിനെ കൂട്ടി വന്നിന്. പിന്നെയോ നിന്റെ വൈഫിനെ കൂട്ടി ഞാനല്ല വന്നിന്, നീയല്ലേ? അപ്പൊ നീയാ പറയണ്ടേ? നീ ബാക്കിയുള്ള ആളെ കണ്ടോണ്ട് മറന്നുപോയതല്ലേ? സത്യം പറ. എനിമയ്ക്ക് തരൂല. അല്ല ഓളെ കൂട്ടിട്ട് ഞാൻ വരും. എവിടെ പോകുമ്പോ ഓളെ കൂട്ടലുണ്ട്. പിന്നെ ഇതിൽ പല ആളെയും പരിചയമുണ്ട്, ആരും കണ്ടിട്ടില്ല ഇതുവരെയും. ഞാൻ അതുകൊണ്ടല്ലേ കൂട്ടിനി. പക്ഷെ ഇന്നലെ ആരോ പറഞ്ഞില്ലല്ലോ മിസൈൽ ഇപ്പൊ ഇതിലൂടെ പറക്കുന്നല്ലോ ഗ്രൂപ്പില്. അതാരാന്ന് പറഞ്ഞ അമീന്. ഇന്നോ വൈഫിനെ കൂട്ടിയിട്ടില്ല. പിന്നെ ഓമനച്ചിനെ എവിടെ കണ്ടു കഴിഞ്ഞാല് നമ്മള് സംസാരിക്കാറുണ്ട്. ഓമനച്ചാന്ന് ഇന്നത്തെ താരം.
പിന്നെ അടുത്തത് സാലി മാഷായത് കഥയുണ്ട്. ഒരു അരമണിക്കൂർ ചുരുങ്ങിയത് ഉണ്ടാവും. ആ ഒരു പോറ് സോളി ബോംബിന്റെ പറയാൻ പോണോ? എന്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം എന്നും എന്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം കൗമാരലോകവീജിയിൽ ഞാൻ കടന്ന നേരം കൈകൊട്ടിയരികിൽ വന്നു നിന്ന കേളീഭവനം ഈ കലാലയം എന്റെ ജീവിതാമൃതം ഈ കലാലയം എന്റെ ജീവിതാമൃതം എന്നും എന്റെ ഓർമ്മകളിൽ ഓടിവരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. പട്ടെടുത്ത് മുന്നിൽ വന്ന പെണ്ണെ നീ മുത്തുമാല വെച്ചതാർക്കു വേണ്ടി സ്വർഗമുണ്ട് തീർത്ത കൽവിൽ നീ ഇഷ്ടമായി കോർത്തു വെച്ചതാർക്കു വേണ്ടി സൊല്ലുറജില പൊന്നുറജില സൊല്ലുറജില പൊന്നുറജില. അസ്സലാമലൈക്കും. ഇവിടെ എന്നെ അറിയാതെ ആരും ഉണ്ടാവില്ല എനിക്കറിയാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വളക്കോട് സ്കൂളിൽ തോറ്റു പഠിച്ചത് ഞാനായിരിക്കും. നമ്മള് മൈക്ക് പഠിച്ച അധികം ശീലമില്ല, അതുകൊണ്ടാ ചിലപ്പോ മണ്ടത്തരങ്ങളെ പറയുന്നുണ്ടാവാം. പിന്നെ നമ്മള് സ്കൂൾ ജീവിതത്തില് നമ്മൾ ഇവിടെ പഠിക്കുമ്പോ നമ്മള് പഠിച്ചില്ല, ഞാനും സാരിയൊന്നും പഠിച്ചില്ല. പക്ഷെ സാരി മാഷായി, നമ്മൾ ആശാരിപ്പണിയായി. പക്ഷെ നമ്മള് ഓർമ്മകൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഏറ്റവും കൂടുതൽ ഓടി വരുന്നത് ജയേഷിന്റെ കൈ പൊട്ടിച്ചതാണ്. നമ്മളിപ്പോ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ജയേഷ് ഞാനും കബഡി കളിക്കുമ്പോ കൈ പിടിച്ച് തിരിച്ച് അപ്പാടെ കൈ പൊട്ടിപ്പോയി ജയേഷിന്റെ. അപ്പാടെ ഇവന്റെ വീടിന് നിന്ന് അച്ഛനെയും കൂട്ടി വന്നാൽ ഞാൻ ഓടി വീട്ടിൽ പോയാലും ജയേഷ് പറഞ്ഞ് വാടക വെച്ചിട്ട് വരില്ല, പോലീസ് ആയിരുന്നു. ഞാനെന്ന് ജയേഷ് അച്ഛനെയും കൂട്ടി വന്ന സ്കൂളിന്റെ യൂസഫ് മാഷ് വന്നിട്ട് അങ്ങോട്ട് ചോദിച്ച് ഓനടുത്ത് ഞാൻ നോക്കുമ്പോ ബെഞ്ചിന്റെ അടിയിൽ ഒളിച്ചിരി ജയേഷ് പിടിച്ച് വെച്ചെന്നെ പുറത്തിട്ട് സാറ് ഞാൻ കൈപൊട്ടിച്ച് മനഃപൂർവ്വമല്ല. ഞാനിപ്പം അവനോട് വരുമ്പോൾ ചോദിച്ചത് എന്റെ കൈപൊട്ടി ഏത് കയ്യാ പൊട്ടാൻ ഓർമ്മയില്ല. നമ്മൾ എടുത്ത കയ്യാ പൊട്ടി. എന്നോട് ദേഷ്യമുണ്ടോ ചോദിച്ചാൽ പറഞ്ഞ ദേഷ്യമൊന്നുമില്ല. പക്ഷെ ആ കൈയെല്ലാം പൊട്ടിയിട്ടും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഡെയിലി വിളിക്കുന്ന ഞാനും ജയേഷും. പിന്നെ ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളുമാണ് വന്നിട്ടുള്ളത്. അതാണ് എൻ്റെ ഭാര്യ. ഒരു ഭാര്യയും 2 മക്കളും. പിന്നെ വേറെന്താണ് പറയാന്ന് വെച്ചാലൊന്നും അങ്ങനെ ഓർമ്മ വരുന്നില്ല. എൻ്റെ ഒരു സുനീർ എന്നാണ്. എന്നെ അറിയോ, എന്നെ ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. എല്ലാവർക്കും നമസ്കാരം ഒന്നും പറയണ്ട, എന്താ വെച്ചാല് അതെല്ലാം നേരത്തെ കഴിഞ്ഞ്. പിന്നെ അല്ല പറയപ്പോ ഓരോന്നോരോന്ന് പറയാം. പിന്നെ ഓർമ്മകൾ വെച്ചാല് നല്ലതും അതായത് കൈപ്പേറിയതും മധുരമുള്ളതായ ഓർമ്മകളുണ്ട്. അപ്പൊ ആദ്യം പറയാനുള്ളത് വെച്ചാല് എനിക്ക് ഈ സ്കൂളിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഞാൻ പറയാം. പിന്നെ 5ാം ക്ലാസ് ആയിരിക്കും എൻ്റെ ഒരു ഓർമ്മ. ഒരു കുഞ്ഞികൃഷ്ണ മാഷ് ഓർമ്മയുണ്ടാവില്ല എല്ലാവർക്കും, ഒരു നല്ല താടി വെച്ചിട്ട് ഒരു അതിനൊന്നും പറയുന്നില്ല. അപ്പൊ ഒച്ചത്തിൽ ഹാജർ പറഞ്ഞതിന് അടി വാങ്ങിയ ഒരാൾ ഞാനായിരിക്കും. പിന്നെ 5ല്. അപ്പൊ മാഷ് അന്നേരം എനിക്കൊന്ന് വേറെ ഏതോ നാട്ടിൽ നിന്നെന്തോ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് ഇവിടെ വന്നിട്ട് ഈ സ്കൂളിൽ താമസിക്കലാണ്. അപ്പം അതിൻ്റെ എന്തെല്ലാം മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാന്ന് തോന്നുന്നു മാഷ് അന്ന്. പിന്നെ ഇടയ്ക്കിടെ ക്ലാസ്സിന്റെ ഇടയിൽ മാഷ് നമ്മളത് പറയാൻ പാടില്ല, പക്ഷെ ഇന്ന് അങ്ങനെയുള്ള സംഭവങ്ങളില്ല. ഇടയ്ക്ക് പോയിട്ട് കഞ്ഞിപ്പുരയിൽ അടുപ്പിന്ന് കൊള്ളി വലിച്ചിട്ട് പുക വേക്കുന്ന മാഷുണ്ടാവും, മറേന്റെ വേക്കുന്ന പുകവും ഉണ്ടാവും. ആ ഒരു കാലഘട്ടം.
അപ്പൊ ഒച്ചത്തിൽ ഞാൻ ഹാജർ പറഞ്ഞുതരും. ഇവര് സിജിനും ഷൈജുവിനും അന്നത്തെ അനുവിന് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അത് ബാക്കി ഞാൻ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അപ്പൊ എന്നോട് പറഞ്ഞു മാഷ് നീ അടുക്കുന്നു. അപ്പൊ എല്ലാ ഹാജർ വിളിച്ചു കഴിഞ്ഞു. ആരെയോ ഒരാള് ക്ലാസ് ലീഡർ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, നീ ഓഫീസിൽ പോയി ഒരു വടി എടുത്തിട്ട് പോവാന്ന് പറഞ്ഞു. കൈ നീട്ടെന്ന് പറഞ്ഞ്, അതായത് ഒരു 5ാം ക്ലാസ്സുകാരന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമുള്ള ബലത്തിൽ ഒരു അടിയാന്ന് മാഷ് 2 അടി അടിച്ചേ. എനക്കാണെങ്കിൽ കരച്ചിലോ എൻ്റെ ഒരു രക്ഷയില്ല. അപ്പം മാഷ്ക്ക് എന്ത് ചെയ്യണം, എൻ്റെ കരച്ചിൽ നിർത്തണം. അപ്പൊ എന്നോട് പറഞ്ഞ് മലയാളത്തിന്റെ ടെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ്. മലയാളത്തിന്റെ ടെസ്റ്റ് എടുത്തു. പക്ഷെ എനക്ക് ഒരു വിധത്തിൽ വായിക്കാനാവില്ല. എന്ന് വെച്ചാല് കരയിലിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് വായിക്കാനാവില്ലോ. പക്ഷെ ആ സംഭവം അന്നാടെ കഴിഞ്ഞിട്ട് പിന്നെ അത് സ്റ്റാഫ് മീറ്റിംഗിൽ അടക്കം ചർച്ചയായി. പക്ഷെ എന്റെ രക്ഷിതാവ് ചർച്ചയില്ല. ഒരു സെക്കൻഡ്. എന്താ വെച്ചാല് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അനൂപിന്റെ അച്ഛനാണ് ആ ഒരു വിഷയം അന്ന് ഇത് ചർച്ചയിലിട്ടത്. എന്താ വെച്ചാല് അനൂപ് വീട്ടിൽ പോയി പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ രക്ഷിതാവ് എന്ത് ചെയ്ത്, അന്ന് സാധാരണ പണിക്കെല്ലാം പോകുന്ന ഒരാളാണല്ലോ. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ അറിയുന്നില്ല ഈ സംഭവം. പക്ഷെ അനൂപിന്റെ അച്ഛൻ ഈ കാര്യം എന്ത് ചെയ്തു, PTA മീറ്റിംഗ് ചർച്ച ചെയ്തു. പിന്നെ ഇങ്ങനെ ഒരു കുട്ടീനെ, അതായത് മാഷ്ക്ക് സാധാരണ അടിക്കാം, പക്ഷെ ഇത് അന്യായമായ ഒരു അടിയാന്ന് അടിച്ചത്. എന്നിട്ട് എന്ത് ചെയ്ത്, പിന്നെ ആ മീറ്റിംഗ് ചർച്ച വെച്ചാൽ കുട്ടീന്റെ രക്ഷിതാവിന് പരാതി ഇല്ലാത്തത് കൊണ്ട് ഈ ചർച്ചയുടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. കുട്ടീന്റെ രക്ഷിതാവിന് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞിട്ടില്ല. പക്ഷെ അനൂപ് എന്ത് ചെയ്ത്, അത് കൃത്യമായിട്ട് അനൂപ് വീട്ടിൽ പോയി പറയും. അനൂപിന്റെ അച്ഛൻ അത് സ്റ്റാഫ് മീറ്റിംഗിൽ PTA മീറ്റിംഗിൽ അവതരിപ്പിക്കുകയും, പക്ഷെ കുട്ടീന്റെ രക്ഷിതാവിന് പരാതി ഇല്ലാത്തത് കൊണ്ട് അതവിടെ അവസാനിച്ചു. പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് പറയുന്നത്, ഞാൻ ദിവസങ്ങളല്ല വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു വർഷം ഞാൻ ഈ മീറ്റിംഗിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. കുട്ടികളെ മീറ്റിംഗ് എന്നാ നടന്നെന്ന് അറിയില്ലോ. പക്ഷെ അത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ഒരു ഇതാണത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് കൈപ്പേറിയ ഒരു അനുഭവം അത് തന്നെയാണ് ഈ വളക്കോട് സ്കൂൾ. ആ മാഷ ഞാൻ ഒരിക്കലും, മാഷ് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അയാള്, ഞാനിപ്പോ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് മാഷന്മാരെയും ഇപ്പൊ 2 സ്കൂളിലായി ഞാൻ ഇപ്പൊ 6-7 വർഷമായി സ്കൂളിൽ ഒരുപാട് അധ്യാപകരെ ഞാൻ കാണലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അങ്ങനെയല്ല. അധ്യാപകരെ വെച്ചാൽ ഇപ്പൊ എനക്ക് പോലും കുട്ടികളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാൻ പറ്റുന്ന അവസരമാണെന്നുള്ളത്. ഞാൻ ഓഫീസ് സ്റ്റാഫാണ്, എന്നാലും നമ്മളെ ഓർമ്മയിലും വെച്ചിട്ട് നമ്മളെ കുട്ടികളോട് പരമാവധി സൗഹൃദം നമുക്ക് അങ്ങനെ കുട്ടികളോ വേറെ രീതിയിലൊന്നും ഇടപെടാൻ പറ്റൂല. എന്നാലും പരമാവധി നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടല്. ഇപ്പോഴത്തെ ഒരു അധ്യാപകരും അങ്ങനെയല്ല, അന്നത്തെ കാലത്തെ പോലെയല്ല. പിന്നെയുള്ളത് നമ്മള് ഒപ്പിച്ച കുരുത്തക്കേടിന്റെ ഭാഗമായിട്ട് ഓഫീസിൽ പിടിച്ചുകൊണ്ടുപോയതല്ല എന്നുള്ളത്. എന്നുവെച്ചാല് നമ്മൾ ഫുൾ കൈ ഷർട്ടാന്നല്ല അന്നിടുക. അപ്പൊ ഈ ഷർട്ടിന്റെ കൈ 2 ഉള്ളിലേക്ക് വലിക്കും. അപ്പൊ ഇത് 2 ഫ്രീ ആവും. ഫ്രീ ആയിട്ടാകുമ്പോൾ അനൂപും ഞാനും അവന്റെ ഒരു ഷർട്ട് കൈ, ഇത് എന്റെ ഇടത്തെ കൈയും ഞാൻ അങ്ങ് എന്റെ വലത്തെ കൈന്റെയും കൈ തമ്മിൽ ആരോ കെട്ടിത്തന്ന ഇതേ മാഷ് വീണ്ടും പൊക്കിയിട്ട് എന്ത്, അയാൾക്ക് അന്നത്തെ പ്രശ്നം ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ട് അയാൾ ഒന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇങ്ങനെ കെട്ടിയോണ്ട് പിന്നെ നേരെ പോവാനാവൂല. ഇങ്ങനെ കെട്ടിയോണ്ട് അപ്പൊ ഇങ്ങനെ അങ്ങ് ആടുന്ന പോയിട്ട് ആടത്തെ ആടെ നിന്നിട്ട് ഈ കൃഷ്ണ മാഷനെ വെച്ചപ്പോ ഓപ്പി ആടെ പുറത്ത് പിന്നെ പറഞ്ഞു. പക്ഷെ അതൊരു വലിയ വിഷയമാണ്. അതൊരു തമാശയിലൊരു ഓർമ്മയായിട്ട് ഞാൻ കാണുന്നത്. സൂക്ഷിക്കുകാരെന്ന രീതിയിലാണ് നമ്മൾ അന്ന് പല ആൾക്കാർക്കും അത് അറിയാതെ ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയല്ല പിന്നെ ശ്രീയേഷിനെ കുറച്ച് കാലം പുറത്തായിരുന്നു. ശ്രീയേഷിനെ കാണലുണ്ട്. പ്രവീണിനെ എന്റെ പല ആവശ്യങ്ങൾക്കും സംശയങ്ങൾക്കും എല്ലാം പ്രവീണുമായിട്ട് കോണ്ടാക്ട് ചെയ്യലുണ്ട്. അജേഷിൻ്റെ ആ ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മകൾ പറയുമ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ വല്ലാതെ കരയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ആണ് എനിക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നത്. സത്യത്തിൽ അച്ഛൻ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 1 വർഷം ആയി. അച്ഛൻ്റെ മരണശേഷം ഞാൻ വല്ലാതെ ഇമോഷണലാണ്. പെട്ടെന്ന് അച്ഛൻ എന്നുള്ള പേര് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത ഞാൻ ഇമോഷണൽ ആവാറുണ്ട്. പക്ഷെ അതിലുപരി അജേഷ് അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെ അജേഷും ഞാനും ആത്മസുഹൃത്തുക്കളായിരുന്നു, ചെറുപ്പം മുതലേ ആത്മസുഹൃത്തുക്കളായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് അജേഷിന് ഇങ്ങനൊരു അകാരണമായി ഒരു അധ്യാപകൻ അടിച്ചപ്പം ഞാനത് വീട്ടിൽ പോയി പറഞ്ഞത് ഒരുപക്ഷെ അജേഷിനോടുള്ള ബന്ധം കൊണ്ടായിരിക്കും.
അച്ഛനത് PTAയിൽ അവതരിപ്പിച്ചു. ഇതേപോലെ കുറേ അന്ന് തന്നെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം, യുവജനോത്സവമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, കുട്ടികളെല്ലാവരും വെയിലത്തിരുത്തിക്കൊണ്ടും പ്രോഗ്രാം നടന്ന അധ്യാപകരും എല്ലാവരും സ്റ്റേജിൽ നല്ല മേൽഷീറ്റൊക്കെ വിരിച്ചിട്ടായിരുന്നു പ്രോഗ്രാം നടന്നിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അന്ന് കുട്ടികളെല്ലാവരും പൊരി വെയിലത്തിരുന്നു. അപ്പോൾ ഇതിനെതിരെ അച്ഛൻ PTA മീറ്റിങ്ങിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അത് ഒട്ടും ശരിയായില്ല എന്ന് അച്ഛൻ ശബ്ദമുയർത്തിയപ്പോൾ എല്ലാവരും അച്ഛൻ പറഞ്ഞ ഒരു കാര്യം മാത്രം അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറയുകയും ഉണ്ടായി എന്ന് അന്ന് അച്ഛൻ പറഞ്ഞ എനിക്കൊരു ഓർമ്മയുണ്ട്. ഞങ്ങൾ സ്കൂൾ കാലഘട്ടത്തെ ഫോട്ടോ എൻ്റെ കയ്യിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും ബാച്ചുകൾ എത്രയോ വിദ്യാർത്ഥികളോട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്ത് ഒരുപക്ഷെ മറ്റേതെങ്കിലും കുട്ടികൾ ഉണ്ടായിരിക്കാം, ഞങ്ങൾക്ക് അറിയാത്തതായിരിക്കും. എങ്കിലും 10-70ഓളം ആൾക്കാരുള്ള നമ്മുടെ ഗ്രൂപ്പിൽ എൻ്റെ കയ്യിൽ മാത്രമാണ് ഈ ഫോട്ടോ ഉള്ളത്. അത് പിന്നെ ഞാൻ പഠിച്ച ക്ലാസ് വർഷം ഒക്കെ എഴുതിയിട്ട് എൻ്റെ അച്ഛൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ ഫോട്ടോ അവിടെ ചുമലൊടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ചുമലൊടിച്ചിട്ടുണ്ട്. ആ ചുമരിൽ ഫോട്ടോ നോക്കി ഓരോ ആൾക്കാരെയും ഇത് ഇയാളല്ലേ, ഇന്ന കുട്ടിയല്ലേ എന്ന് പറയാൻ ആ ഫോട്ടോ അവിടെ വന്നതുപോലും എൻ്റെ അച്ഛൻ എടുത്തു വെച്ചൊരു ഫോട്ടോ ഉള്ളത് കൊണ്ട് മാത്രം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ഫോട്ടോയിൽ എല്ലാ കുട്ടികളുടെ ശരീരത്തിലും ഒരു നമ്പർ 1, 2, 3, 4, 10, 11 ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ഭാര്യ സുഭജ എന്നോടൊരു വീട്ടിൽ നിന്ന് ചോദിച്ചു, ഇതെന്തിനാ ഈ നമ്പർ ഇട്ടതെന്ന്. പക്ഷേ ആ ഗ്രൂപ്പിൽ ആരും എന്നോട് ചോദിച്ചില്ല. പക്ഷേ ഞാനിത് ഈ നമ്പർ ഇട്ടതിനെ പറ്റി ഞാൻ പറയുമ്പോൾ പലരും ചോദിച്ചു, ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തിനാണ് ഇട്ടതെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ നമ്പർ ഇട്ടതിൻ്റെ തൊട്ട് പുറകിൽ, ഈ ഫോട്ടോയുടെ പുറകിൽ ഈ നമ്പർ ഇട്ട ആളെ പേര് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അതൊക്കെ മാഞ്ഞു പോയി. കാരണം ഫോട്ടോൻ്റെ പുറകിൽ അന്നും എഴുതാൻ, അന്നത്തെ ഒരു ഫോട്ടോ പേപ്പർ അങ്ങനെയാണല്ലോ, അതിൻ്റെ പുറകിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ ആ ഫോട്ടോ ആൾക്കാരുടെ പേരൊക്കെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അജേഷ് പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് അവിടെ 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. അച്ഛൻ മുഖേനയാണ് ഈ ഫോട്ടോ ഇന്ന് ഇവിടെ എത്തിയത്, അച്ഛൻ എടുത്തു വെച്ചത് കൊണ്ടാണ് എന്ന്. പക്ഷെ അതിലേറെ എന്നെ എന്താ പറയുക, മനസ്സിൽ തട്ടി അജേഷ് ആ പറഞ്ഞ കാര്യങ്ങൾ, അതിനകത്ത് എൻ്റെ അച്ഛൻ്റെ പേര് വന്നതും ഒക്കെ. ഒറ്റ റൗണ്ട് ഇവിടെ ഇതെന്താ നമ്മൾ മാപ്പ് വരച്ച പോലെ ആക്കല്ലേ. വാ, ആപ്പിൾ, ഗ്രേപ്പ്, ഐസ്ക്രീം. മീഡിയം സൈസിൽ പൊന്തി ഐസ്ക്രീം മാറിക്ക. ഐസ്ക്രീം 2 ആളെ എല്ലാ ഐസ്ക്രീം മാറണം. എല്ലാ ഐസ്ക്രീം ആടെ ഇരിക്കരുത്, സീറ്റ് മാറിയിട്ടേ ഇരിക്കണം. ഗ്രേപ്പ്, ബനാന, ഫ്രൂട്ട് സലാഡ്. ഓക്കെ നമുക്ക് ഇതിന്റെ ഒരുപാട് കോഫി കുടിക്കണ്ട കേട്ടോ. വേഗം പോകുന്നു. ഓഹോ, എടാ ഇത് പേടിയായിട്ടുള്ള എല്ലാവർക്കും എന്നെ മനസ്സിലായി തോന്നുന്നു. ഞാനാണ് മുഹമ്മദ് സഫീർ. എൻ്റെ ഈ സ്കൂൾ ജീവിതത്തിന് ശേഷം ആദ്യമായി തന്നെ മുഹമ്മദ് സഫീർ എന്ന് വിളിക്കുന്നത് അനൂപാണ്. കാരണം ഞാൻ മറന്നുപോയ പേരേന്, എൻ്റെ പേര് ഞാൻ മറന്നുപോയതേനു.
അനൂപാണ്. ഈ മുഹമ്മദ് സഫീർ എന്നുള്ള എൻ്റെ ഫുൾ പേര് വിളിക്കുന്നത് അനൂപാണ്. പിന്നെ ഈ സ്കൂളിലെ അനുഭവം പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ അതിൽ മെയിനായിട്ടുള്ളത്, നമ്മൾ മരിച്ചുപോയ ഒരാളെ കുറ്റം പറയുന്നതല്ല, യൂസഫ് മാഷ അടി തന്നെയാണ് ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത്. കാരണം യൂസഫ് മാഷ കൊണ്ട് എൻ്റെ ഉപ്പാൻ എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 10 പ്രാവശ്യം ചുരുങ്ങി എൻ്റെ ഉപ്പാനും കൂട്ടിയുടെ വന്നിട്ടുണ്ട്. ഞാൻ ഓരോ പ്രശ്നങ്ങളാക്കി വെക്കും. അതിന് ആരെങ്കിലും ക്ലാസ്സിൽ സത്യം അതെ അന്നക്കാട്ടി ആചാര്യ ഉപ്പാക്ക് ഉണ്ടാവും LP സ്കൂളിൽ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. പിന്നെ ഞാൻ ഈ പരിപാടി ഇവിടെ മെയിനായിട്ട് ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അന്ന് 100ാം വാർഷികത്തിന് ഇവിടെ പിന്നെ എല്ലാവരും കണ്ടുമുട്ടിയ വലിയൊരു അറ്റാക്ക്. എൻ്റെ ഉമ്മാൻ്റെയും എൻ്റെ ഭാര്യൻ്റെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. കാരണം സത്യം, ഈ കുഞ്ഞുമോനെ വിളിച്ച് കരയത് തന്നെ, ഓൻ അറിഞ്ഞിട്ട് ഇവനെ വിളിച്ചിട്ട് കരയത് ഇവന്. കാരണം അന്ന ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർക്ക് വരെ ഒരു പ്രതീക്ഷയില്ലേനു ഞാൻ ബാക്കിയാവുന്നുള്ള ഒരു അറ്റാക്ക് വന്നേ. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ 99% ബ്ലോക്ക് ഇരട്ടി അമലെന്നാണ് ചെയ്തത്. കാരണം ആടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം വരില്ലേനു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളിനി എത്ര കാലമുള്ളതെന്ന് എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്കും പറയാൻ പറ്റൂല. അങ്ങനെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ശ്രീയേഷ് KV എടുത്തു. ഇതാ ആദ്യം മൂപ്പർ എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന് നമുക്ക് പരിപാടി വെക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിലും മുന്നിൽ നിന്ന് ഈ രഞ്ജി സമീർ നമ്മൾ കുറച്ച് ആൾക്കാർ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടുകൊണ്ട് എന്തായി. എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഞാനിവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് ചെറിയൊരു സ്കൂളായിരുന്നു ഇവിടെ. ആദ്യം ഓല ഷെഡായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഒരു വലിയൊരു പാറയായിരുന്നു. അതിലിരുന്നിട്ട് നമ്മൾ സീസോ കളിക്കലായിരുന്നു പണ്ട്. പോകുന്ന സമയത്ത് ബേക്കിലൊന്നും ഉണ്ടായില്ല. മെയിനായിട്ടുള്ള കാര്യം അതാണ്. പിന്നെ ഒരു ഓല ഷെഡ് ഇവിടെ സ്കൂളിൽ തകർന്നു വീണിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്ന സമയത്ത്. ഒരു ഓല ഷെഡ് അന്ന് കുറെ ദിവസം സ്കൂളിൽ ലീവ് കിട്ടുന്ന വിചാരിച്ചിട്ട് കുറെ ദിവസം സന്തോഷിച്ചിരുന്നു. പിന്നെ മെയിനായിട്ട് 7ാം ക്ലാസ് എത്തുമ്പോൾ ഓല ഷെഡിലെ മുളേന്റെ ഉള്ളിൽ വണ്ട് വരും, അതിന്റെ ഏറിയലായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. ഡസ്റ്റർ എടുത്തിട്ട് എറിയുക, ഡസ്റ്റർ അതിൽ കുടുങ്ങി കഴിയും. ഡസ്റ്റർ അതിൽ കുടുങ്ങും. എന്നിട്ട് വരുമ്പോ മാഷ അടി കിട്ടുക. പിന്നെ 4ാം ക്ലാസ് ഞാന് സുരേഷ് എടുത്തു. നമ്മള് 4ാം ക്ലാസ്സിൽ അവിടെ നിന്ന് നായനെ എറിയല്. കൊക്കോന്റെ അവിടെ നിന്ന് നായനെ എറിയ. ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ പിന്നെ തരികിട ടീം ഏറ്റവും ബേക്കിലെ ബെഞ്ച് UK ചാലപ്പ കണ്ടപ്പ റിയാസ്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കുഴപ്പന്മാരായിരുന്നു. ഒന്ന് ഷഹീർ, ജാലപ്പ റിയാസ്, മുത്തു സിദ്ദീഖ്, പിന്നെ സഫീർ. ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ സ്കൂളിൽ പഠിച്ച കാലം മുതൽ യൂസഫ് മാഷ എല്ലാവർക്കും നമ്മുടെ അമ്മാവന്മാർ പറയുന്നത് കേൾക്കാം. കാരണം വെച്ചാല് യൂസഫ് മാഷ പേടിയില്ലാത്തൊരു വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടില്ല. കാരണം അടിയും ആ നുള്ളലും. അപ്പൊ അങ്ങനെയുള്ള യൂസഫ് മാഷ നമ്മൾ ഈ ഉഴപ്പിന്റെ കാരണം കൊണ്ട് 4ാം ക്ലാസ്സിൽ തുടരുന്ന സമയത്ത് സിദ്ദീഖ്, ഷഹീർ, ജാലപ്പ് റിയാസ്, ഇന്നീ 5-6 ആളുണ്ട്. റൂഫും പിന്നെ ചോട്ട സിദ്ദീഖ് ഉണ്ടല്ലേ ചങ്ങാടിയിലെ. ഇവരെല്ലാം കൂടി വിട്ടോളി നിങ്ങൾ ഗ്രൗണ്ടിലോട്ട് എന്ന് പറയും. എന്തിനെന്നറിയാം, മറ്റുള്ളവരുടെ പഠനത്തിന് ബുദ്ധിമുട്ടാക്കരുത്. ദയവ് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പോയിക്കളയണം. മഴ ശൃംഗാരരസപ്രിയ ഗജമുഖ ഗോപനി തായമായ ശൃംഗാരരസപ്രിയ വെള്ളം
പടക്കള്ളം തന്നിൽ ഒരു മഹാവീരുതൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, നിശബഹുകേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താപകത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താപകത്താതെ. പടക്കള്ളം തന്നിൽ ഒരു മഹാവീരുതൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, വിഷബഹുകേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ. നിന്നുടെ താതൻ വസുദേവൻ മടിയതേ തന്നെ, തന്നെയും വാരിയെടുത്ത് കൊരമാറിയുമേന്തി നദി കടപ്പതിനായി നിന്റച്ഛൻ കഴുത്തിന് വെള്ളം നീന്തി നീന്തി കരകടത്തിലിൽ താതൃകത്താതെ, കഴുത്തിന് വെള്ളം നീന്തി നീന്തി കരകടത്തിലെ താതൃകത്താതെ. പടക്കള്ളം തന്നിൽ ഒരു മഹാവീരുതൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, നിശബഹുകേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതി, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതി. അങ്ങിനെയല്ലേ അമ്പാടിയിൽ നീ വളർന്നില്ലേ, വളർന്നു കേമനായില്ലേ, വിരുദന യോഗ്യനായില്ലേ, വളർന്നു കേമനായില്ലേ. എങ്കിലും വെണ്ണ കക്കലും ചേല കക്കലും നിൻ തൊഴിലേ താതൃകത്താതെ, വെണ്ണ കക്കലും ചേല കക്കലും നിൻ തൊഴിലേ താതൃകത്താതെ. പടക്കള്ളം തന്നെ ഒരു മഹാവീരുതൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, വിഷബഹുകേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ. കൃഷ്ണ നീ എവിടെ, നീ ഒരു സൂത്രം കാട്ടിയില്ലേ, നിന്നെ അവർ തല്ലി വിട്ടില്ലേ, നിന്നക്കേറെ കോപം വന്നില്ലേ, അമ്മാവനെ നീ വധിച്ചില്ലേ. എങ്കിലും ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതൃകത്താതെ, ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ താതൃകത്താതെ. പടക്കള്ളം തന്നിൽ ഒരു മഹാവീരുതൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, നിശബഹുകേമമാണല്ല. അല്ല മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ, മാറി മാറി വന്നു നിന്നതും കൃഷ്ണനല്ലേ താതൃകത്താതെ. ആർദ്രമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ 2 ദിവസമായിട്ട് നമുക്ക് ഇവിടെ അന്നും കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു, അത് മൊത്തം അടിച്ചു വാരി വൃത്തിയാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്തത് ബീനേച്ചി. ഇപ്പോഴും അടിച്ചു വാരി തുടച്ചുകൊണ്ടിരിക്കുകയാണ് ബീനേച്ചി, അജിതേച്ചി, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഓമനേച്ചി. പിന്നെ ഓമനേച്ചിക്ക് പോവാന്ന് പറഞ്ഞിട്ട്
ഇനി നമ്മൾ ഇവിടെ കൂടുന്നതിന് ഓമനച്ചന് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും. ഓമനച്ചൻ നമ്മൾക്ക് എപ്പോഴും നമ്മളൊരു മുതൽക്കൂട്ടാണ്. അപ്പം എല്ലാവർക്കും, വന്നവർക്കും, വരാൻ ആഗ്രഹിച്ചവർക്കും, വരാതെ പോയവർക്കും, വരാതിരുന്നവർക്കും ചെറിയ ചെറിയ കാരണങ്ങൾ കാണിച്ചിട്ട് ഇന്നൊരു കക്ഷിനെ നമ്മൾ രാവിലെ ഞാൻ കണ്ടു എൻ്റെ മുന്നിൽ. അഥവാ 8 മണിക്കൊക്കെ നമ്മളാരെങ്കിലും എത്തിപ്പോയാൽ കണ്ടുപോവോ എന്ന് വിചാരിച്ച് രാവിലെ പണിക്ക് പോകുന്നൊരു കക്ഷിനെ കണ്ടു. അവനെപ്പോഴും അവിടെ പണിയെടുക്കുന്നുണ്ട്. ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ഞാൻ വീണ്ടും കണ്ടു അവന് വരാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ചില മുഖങ്ങളുണ്ട്. നമ്മൾ അവരെയൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്. എന്തോ ആയിക്കോട്ടെ, സംഭവിച്ചെല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലത്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇനിയും ഇതുപോലെയുള്ള മീറ്റപ്പുകൾക്ക് എല്ലാവർക്കും കൂടെ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു. ഇപ്പം ദൂര സ്ഥലത്തു നിന്നൊക്കെ വന്നവരുണ്ട്. എല്ലാവരും സേഫായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ പ്രോഗ്രാം. ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വലുതാണ്. സത്യത്തിൽ ഇത് ഞാൻ ഒരു പബ്ലിക്കായിട്ട് ഇടണം എന്ന് കരുതി ചെയ്തതല്ല. അന്ന് നമ്മുടെ ഒന്നിച്ച് പ്രോഗ്രാമിന് വരണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും പ്രോഗ്രാമിൻ്റെ തലേന്ന് ഗൾഫിലേക്ക് പോകേണ്ട വന്നവരും, പിന്നെ ബാങ്ക് മേഖലയിൽ അതിൻ്റെ ഏറ്റവും തലപ്പത്ത് പ്രവർത്തിക്കുന്ന ആൾ മുതൽ ഏറ്റെടുത്ത പണികൾ നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള ആൾക്കാർക്ക് വരുവാൻ ഒട്ടും സാഹചര്യം ഉണ്ടായില്ല. പക്ഷെ അവർക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു പങ്കെടുക്കണം എന്നുള്ളത്. ഇപ്പോൾ തൻസീർ, ഷൈജു, ഷർവാൻ, ഇങ്ങനെയുള്ള കുറച്ച് പേരുകൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ടതുണ്ട്. ആത്മാർത്ഥ ആഗ്രഹിച്ചിട്ടും വരാത്തവർക്കും കൂടിയാണ് ഈ പ്രോഗ്രാം. നമ്മളിനി സത്യത്തിൽ ആഗ്രഹിക്കുന്നത് എല്ലാ വർഷവും ഇതുപോലെ നടത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഓരോ മുഖങ്ങളും കാണുന്നത്. ഞാനിതിൽ ഒരു പക്ഷേ വിരലിലെണ്ണാവുന്ന പേരെ, ഇപ്പം ഇതിൽ വന്ന ഒട്ടനവധി പേരെയും ഇന്ന് ഈ കഴിഞ്ഞ പരിപാടിക്ക് മാത്രമാണ് കണ്ടത്. അപ്പോൾ നമ്മളിത് എല്ലാ വർഷവും ഇതുപോലെ ഒരു വെക്കേഷൻ സമയത്ത് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ വരാൻ സാധിക്കാത്തവർ അടുത്ത വർഷം നമ്മൾ 1 മാസം മുന്നേ ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് നടത്താമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത പ്രോഗ്രാമിന് എല്ലാവരും നിർബന്ധമായും വരിക. ഈ മധുരം ഒരു സൂര്യകാരുണ്യം കരളിൽ വിളങ്ങി നിൽപ്പു ഒരു സൂര്യകാരുണ്യം ഈ സ്നേഹ സന്ധ്യയിൽ ജീവന്റെ കൂട്ടിടം താരം കിളികൾ